ഇന്ത്യൻ വനിതകൾ ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും കരുത്ത് കാട്ടിയ മൂന്നാം T20 മത്സരത്തിൽ വെന്നിക്കൊടി പാറിച്ച് ടീം ഇന്ത്യ. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടന്ന പരമ്പരയിലെ മൂന്നാം T20 മത്സരമാണ് ഇന്ന് നടന്നത്. ആദ്യ T20 സൗത്ത് ആഫ്രിക്ക ജയിക്കുകയും രണ്ടാം മത്സരം മഴ മൂലം ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ചെന്നൈയിൽ നടന്ന മൂന്നാം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക നേടിയത് വെറും 84 റൺസ് മാത്രം. നാലാം ഓവറിൽ ശ്രേയംഗ് പാട്ടീൽ തുടക്കമിട്ട വിക്കറ്റ് വേട്ട പൂജയും രാധാ യാദവും ഏറ്റെടുത്തപ്പോൾ ഒരു സൗത്ത് ആഫ്രിക്കൻ താരത്തിനും ക്രീസിൽ നിലയുറപ്പിക്കാൻ കഴിഞ്ഞില്ല. പൂജ 3.1 ഓവറിൽ 13 റൺസ് വഴങ്ങി 4 വിക്കറ്റുകൾ നേടിയപ്പോൾ രാധാ യാദവ് 3 ഓവറിൽ ഒരു മെയ്ഡനടക്കം 6 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റുകൾ നേടി. അങ്ങനെ വെറും 17.1 ഓവറിൽ പ്രോട്ടീസ് 84-ന് ഓൾ ഔട്ടായി. മലയാളി താരം സജ്ജന ഒരു ഓവർ ബൗൾ ചെയ്തെങ്കിലും വിക്കറ്റ് ലഭിച്ചില്ല. മറുപടി ബാറ്റിങ്ങിൽ ഇന്ത്യയുടെ ഒരു വിക്കറ്റ് പോലും വീഴ്ത്താൻ സൗത്ത് ആഫ്രിക്കയ്ക്ക് കഴിഞ്ഞില്ല. 40 ബോളിൽ 8 ഫോറും 2 സിക്സും ഉൾപ്പെടെ 54 റൺസ് നേടി സ്മൃതിയും 25 ബോളിൽ 27 റൺസ് നേടി ഷെഫാലി വർമ്മയും 10.5 ഓവറിൽ ഇന്ത്യയെ വിജയത്തിലെത്തിച്ചു. 11-ാം ഓവറിലെ 5-ാം ബോളിൽ ഫൈൻ ലെഗ് ഫെൻസിലേക്ക് സിക്സർ പറത്തി കളി ജയിപ്പിച്ച സ്മൃതി തൻ്റെ ഹാഫ് സെഞ്ചുറിയും പൂർത്തിയാക്കി. ഏകദിന പരമ്പരയും ടെസ്റ്റ് മാച്ചും ജയിച്ച ടീം ഇന്ത്യ T20യിൽ 1-1 സമനില പിടിച്ചു. അങ്ങനെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള സീരീസ് അവസാനിച്ചു.